എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി എവിടെയാണ് ദേശീയ പതാക ഉയർത്തുന്നത്? ചെങ്കോട്ടയിൽ. ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത്. ചെങ്കോട്ട നിർമ്മിച്ചത് ആരുടെ കാലത്താണ്? മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത്. ചെങ്കോട്ട നിർമ്മിച്ചത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്താണ്. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിൽ. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എവിടെയാണ്? ഹംപി. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഹംപിയാണ്. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ്? ബാബർ. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണ്? ബാബർ കാലഘട്ടം 1526 1530, ഹുമയൂൺ 1530 മുതൽ 1540 വരെ, അതുപോലെ 1555 മുതൽ 1556 വരെ അദ്ദേഹം ഭരണത്തിലുണ്ടായിരുന്നു. അക്ബർ 1556 മുതൽ 1605 വരെ, ജഹാംഗീർ 1605 മുതൽ 1627 വരെ, ഷാജഹാൻ 1628 മുതൽ 1658 വരെ, ഔറംഗസേബ് 1658 മുതൽ 1707 വരെ. ഔറംഗസേബിന്റെ കാലത്ത് മുഗൾ രാജ്യം ഏതെല്ലാം പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടന്നിരുന്നു? ഇന്നത്തെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ എന്നീ പ്രദേശങ്ങളിലാണ് മുഗൾ രാജ്യം വ്യാപിച്ചു കിടന്നിരുന്നത്. ഔറംഗസേബിന്റെ കാലത്ത് മുഗൾ രാജ്യം വ്യാപിച്ചു കിടന്നിരുന്നത് ഇന്നത്തെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ്. ഏത് പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്? മംഗോൾ. ഏത് പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്? മംഗോൾ. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ ആരുടെയെല്ലാം പിൻഗാമി ആയിരുന്നു? പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമി ആയിരുന്നു. മുഗൾ രാജ്യ സ്ഥാപകനായ ബാബർ ആരുടെയെല്ലാം പിൻഗാമി ആയിരുന്നു? പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായ തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമി ആയിരുന്നു അദ്ദേഹം. ആരാണ് മുഗൾ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്? 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് മുഗൾ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ആരാണ് മുഗൾ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്? 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് മുഗൾ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു? ഇബ്രാഹിം ലോധി. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ലോധി. പാനിപ്പത്ത് യുദ്ധത്തിൽ ആരെല്ലാമാണ് ഏറ്റുമുട്ടിയത്? ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും തമ്മിലാണ് പാനിപ്പട്ട് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. പാനിപ്പട്ട് യുദ്ധത്തിൽ ആരെല്ലാമാണ് ഏറ്റുമുട്ടിയത്? ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും തമ്മിലാണ് പാനിപ്പട്ട് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. പാനിപ്പട്ട് യുദ്ധം നടന്നതെന്ന്? 1526 പാനിപ്പത്ത് യുദ്ധം നടന്നത്. പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526. പാനിപ്പത്ത് എന്ന സ്ഥലം എവിടെയാണിപ്പോൾ? ഹരിയാനയിൽ. പാനിപ്പത്ത് എന്ന സ്ഥലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്? ബാബർ. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ വിജയിച്ചത് ബാബറാണ്. മുഗൾ ഭരണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച യുദ്ധം ഏതാണ്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം. മുഗൾ ഭരണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം. അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് എവിടെയാണ്? 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ. അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് എവിടെയാണ്? 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിലാണ് അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനത്തിന്റെ പേരെന്താണ്? ദിൻ ഇലാഹി. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി. എന്താണ് അക്ബർ രൂപം നൽകിയ ദർശനത്തിന്റെ കാതൽ? എല്ലാവർക്കും സമാധാനം അല്ലെങ്കിൽ സുൽഹി കുൽ. എന്താണ് അക്ബർ രൂപം നൽകിയ ദർശനത്തിന്റെ കാതൽ? എല്ലാവർക്കും സമാധാനം അല്ലെങ്കിൽ സുൽഹ് ഇ കുൽ. അക്ബറുടെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അക്ബറുടെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാ ദർശനങ്ങളും
മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടി എന്ന ആശയം വ്യക്തമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയതാര്? അക്ബർ. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് അക്ബർ ആണ്. അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന പ്രധാനികൾ ആരെല്ലാം? രാജാ തോഡർമാർ, രാജാ മാൻസിംഗ്, രാജാ ഭഗവൻ ദാസ്, ബീർബൽ. അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന പ്രധാനികളാണ് രാജാ തോഡർമാർ, രാജാ മാൻസിംഗ്, രാജാ ഭഗവൻ ദാസ്, ബീർബൽ എന്നിവർ. മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പ് തുസൂക്കി ജഹാംഗീറി. മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പ് തുസൂക്കി ജഹാംഗീറി ആണ്. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനായി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായത്തിൻ്റെ പേരെന്ത്? മൻസബ്ദാരി. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനായി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായത്തിന്റെ പേരാണ് മൻസബ്ദാരി. മൻസബ്ദാരി സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെ എന്തു പറയുന്നു? മൻസബ്. മൻസബ്ദാരി സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെ പറയുന്നതാണ് മൻസബ്. മൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ച്. മൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ച്. മൻസബ്ദാരി സമ്പ്രദായത്തിൽ മൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് എങ്ങനെയാണ്? മൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി നൽകിയിരുന്നു. ഈ ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. മൻസബ്ദാരി സമ്പ്രദായത്തിൽ മൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് എങ്ങനെയാണ്? മൻസബ്ദാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി നൽകിയിരുന്നു. ഈ ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് അവർ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്തെ ഭരണക്രമം എങ്ങനെയായിരുന്നു? അക്ബറിൻ്റെ കാലഘട്ടത്തിലെ ഭരണക്രമം നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ ഗ്രാമങ്ങളായിരുന്നു. ഗ്രാമങ്ങൾക്ക് മുകളിൽ പർഗാനാസ്, ഗ്രാമങ്ങൾ ചേർന്ന പർഗാനാസ്, പർഗാനയ്ക്ക് മുകളിൽ സർക്കാർ, അതിനു മുകളിൽ സുബ എന്നിങ്ങനെയായിരുന്നു അക്ബറിൻ്റെ കാലഘട്ടത്തിലെ ഭരണക്രമം ഉണ്ടായിരുന്നത്. മുഗൾ ഭരണ കാലഘട്ടത്തിൽ രാജാവിനെ എങ്ങനെയായിരുന്നു കണക്കാക്കിയിരുന്നത്? രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനുമായിരുന്നു ചക്രവർത്തി. മുഗൾ ഭരണ കാലഘട്ടത്തിൽ രാജാവിനെ എങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്? രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതി നിർവഹണം നടത്തിയിരുന്നത് ആരായിരുന്നു? തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ്, അല്ലെങ്കിൽ കാസിമാർ ആണ് മുഗൾ കാലഘട്ടത്തിൽ നീതി നിർവഹണം നടത്തിയിരുന്നത്. മുഗൾ കാലഘട്ടത്തിൽ നീതി നിർവഹണം നടത്തിയിരുന്നത് ആരായിരുന്നു? തദ്ദേശീയരായ മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ കാസിമാരാണ് മുഗൾ കാലഘട്ടത്തിൽ നീതി നിർവഹണം നടത്തിയിരുന്നത്. നീതി നിർവഹണത്തിൽ പരാതി ഉണ്ടെങ്കിൽ അത് ആരെ അറിയിക്കാൻ ജനങ്ങൾക്ക് അവസരം ലഭിച്ചിരുന്നു? ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാനുള്ള അവസരം അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്കുണ്ടായിരുന്നു. നീതി നിർവഹണത്തിൽ പരാതി ഉണ്ടെങ്കിൽ അത് ആരെ അറിയിക്കാൻ ജനങ്ങൾക്ക് അവസരം ലഭിച്ചിരുന്നു? ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാനുള്ള അവസരം അന്നത്തെ കാലഘട്ടത്തിൽ ലഭ്യമായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി ആരെയെല്ലാമാണ് നിയമിച്ചിരുന്നത്? മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി ആരെയെല്ലാമാണ് നിയമിച്ചിരുന്നത്? മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും. മുഗൾ ഭരണകാലത്തെ സാമൂഹിക സ്ഥിതി എങ്ങനെയുള്ളതായിരുന്നു? ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മുഗൾ ഭരണ കാലഘട്ടത്തിലെ സാമൂഹ്യ സ്ഥിതി എങ്ങനെയുള്ളതായിരുന്നു? ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മുഗൾ ഭരണകാലത്തിൽ സമൂഹത്തെ വിവിധ തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. അവ ഏതെല്ലാം? സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകൾ തട്ടിൽ രാജാവുമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മുഗൾ ഭരണ കാലഘട്ടത്തിൽ സമൂഹത്തെ വിവിധ തട്ടുകളായി തരംതിരിച്ചിരുന്നു. അവ ഏതെല്ലാം? സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു ഉണ്ടായിരുന്നത്. ജനങ്ങളുടെ ജീവിത നിലവാരം എന്തിനെയെല്ലാം ആശ്രയിച്ചായിരുന്നു ഉണ്ടായിരുന്നത്? വേതനത്തെയും വരുമാനത്തെയും. ജനങ്ങളുടെ ജീവിത നിലവാരം എന്തിനെയെല്ലാം ആശ്രയിച്ചായിരുന്നു ഉണ്ടായിരുന്നത്? വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും ആരായിരുന്നു? കർഷകരായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആരായിരുന്നു? ടവർണിയർ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവർണിയർ.